വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ജിബി ജിജോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മാങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്, അതായത് കടുമാങ്ങ അച്ചാർ അല്ലെങ്കിൽ മാംഗോ പിക്കിൾ. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് കടുമാങ്ങ തന്നെ നമുക്ക് ഉണ്ടാക്കിയേക്കാം. കാര്യം എടുത്തു പറഞ്ഞോട്ടെ, അച്ചാർ സെർവ് ചെയ്യുന്ന സമയത്ത് വെള്ളമയം ഇല്ലാത്ത സ്പൂണ് ഉപയോഗിച്ച് സെർവ് ചെയ്യുക. വെള്ളമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ചാർ പൂത്തു പോവും. അതേപോലെ വലിയ ജാറിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ സെർവ് ചെയ്യാനായിട്ട് ഒരു ചെറിയ പോർഷൻ എടുത്ത് ഒരു ചെറിയ ബോട്ടിലാക്കിയതിന് ശേഷം സെർവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അച്ചാറൊന്നും കേടാകത്തില്ല. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അതേപോലെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പച്ചമാങ്ങയാണ്. ഇതിനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കി എടുക്കണം. ഇനി നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ തൊലിക്ക് ചവർപ്പ് കുറവാണെങ്കിൽ തൊലിയോടുകൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇത് നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മാങ്ങ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മണിക്കൂർ തൊട്ട് ഓവർനൈറ്റ് വരെ വെച്ചാലും കുഴപ്പമുണ്ടാവില്ല. ബട്ട് 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ തന്നെ ആവോളം മതിയാവും അതിൽ ഉപ്പ് പിടിക്കാനായിട്ട്. അതിൽ ഉപ്പ് പിടിച്ച് കഴിയുമ്പം അതിലെ മാങ്ങയിലെ വെള്ളമൊക്കെ ഊറി വരും. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അച്ചാറിലേക്ക് അതിൻ്റെ മസാല തയ്യാറാക്കുമ്പോൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കാനായിട്ട്. കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ വെള്ളം വേണം. ഗ്രേവിക്കായിട്ട് നല്ല ചെറിയ ചൂടുവെള്ളം തന്നെ ഒഴിച്ചിട്ട് വേണം ഗ്രേവി ആക്കാൻ. ഇപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പ് മാങ്ങയിൽ പിടിച്ചു വരണം. മാങ്ങയിൽ ഉപ്പ് പിടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ഊറാൻ തുടങ്ങും. മാങ്ങയുടെ ഉള്ളിലെ വെള്ളം ഊറാൻ തുടങ്ങും. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ മാങ്ങയിൽ കുറച്ച് ഗ്ലേസിങ് പോലെ കാണുന്നുണ്ട്. ഉപ്പ് അതിൽ ചെന്നപ്പോൾ തന്നെ അതിലേക്ക് നിന്ന് വെള്ളം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഒന്ന് മൂടി വെച്ച് അടച്ച് ഒരു 2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടാം. ഞാനിവിടെ അച്ചാറിൽ കുറച്ചേറെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്. അതേപോലെ 2 പൂണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് പൊളിച്ചതിന് ശേഷം അതിലെ അല്ലിക്കനുസരിച്ചിട്ട് എത്ര വേണമെന്ന് നിശ്ചയിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കാം. മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവുമ്പം അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അച്ചാറിനൊക്കെ ടേസ്റ്റ് നല്ലെണ്ണയാണ്. അപ്പോൾ കഴിവതും നല്ലെണ്ണ ഉപയോഗിക്കാം. പറ്റിയില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ അങ്ങനെയുള്ളത് ഉപയോഗിക്കാം. അതേപോലെ ഞാൻ അപ്പുറത്ത് സ്റ്റൗവിൽ ഇതിലൊഴിക്കാനുള്ള വെള്ളം ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. ഇപ്പം പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/3 കപ്പാണ് ഒഴിക്കുന്നത്. ആ എണ്ണ ഒന്ന് സ്പ്രെഡായിട്ട് നോക്കിയിട്ട് പറയാം കൂടുതൽ എണ്ണ വേണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത് നോക്കിയിട്ട് കുറച്ചുകൂടെ എണ്ണ വേണം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1/3 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. അതിൻ്റെ ഹാഫാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ടോട്ടലി ഒരു 1/2 കപ്പ് നല്ലെണ്ണ ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയൊന്ന് നല്ലതുപോലെ ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 1 ടീസ്പൂണ് കാണും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചതാണ്. ഞാനിവിടെ 1.5 പൂണ്ട് വെളുത്തുള്ളിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരുന്നതിനകത്ത് 1 പൂണ്ടും മറ്റേ പൂണ്ടിൻ്റെ ഒരു പകുതിയും കൂടെയാണ് ഇപ്പോൾ ഇത് പൊളിച്ചെടുത്തത്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇനി ഇഞ്ചി അത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും വേണം. പിന്നെ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ അതിനായിട്ട് നമുക്കതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം.
വെളുത്തുള്ളി ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ്. ഇനി മസാലകളെല്ലാം ചേർക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കുക. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അച്ചാറിനൊക്കെ കായത്തിൻ്റെയും ഉലുവയുടെയൊക്കെ ടേസ്റ്റ് ഇച്ചിരി കൂടുതൽ വേണം, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതൊരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. അച്ചാറല്ലേ, കുറച്ച് എരിവൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി മാത്രം ചേർത്താൽ മതി. ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മസാലയൊക്കെ ആ എണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് കുക്കാവണം. അതിൻ്റെ ആ ഒരു പച്ച മണമില്ലേ, അതൊക്കെ പോകണം. അതുപോലെ നമുക്ക് അതൊരു 2-3 മിനിറ്റ് ഒന്ന് ഈ മസാല നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയുടെ വാസന നമ്മുടെ ആ ഗ്രേവിയിലുണ്ടാവും. ഗ്രേവിക്ക് വേണ്ടുന്ന ഉപ്പ് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. നമ്മൾ മാങ്ങയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ. നമ്മൾ ലാസ്റ്റിൽ മാങ്ങ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിൽ ഞാനിപ്പോൾ ഒരു 1/3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ വെള്ളം ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. തിളച്ചതിന് ശേഷം അപ്പോൾ മസാലയൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ ഗ്രേവി നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ മാങ്ങ ഇട്ട് കൊടുക്കരുത്. മാങ്ങ പെട്ടെന്ന് വെന്ത് പോവും, അത് വെന്ത് കുഴയും. അങ്ങനെയല്ല മാങ്ങ അച്ചാർ ഇരിക്കേണ്ടത്. കടുമാങ്ങയൊക്കെ വന്നിട്ട് കുറച്ചിങ്ങനെ പച്ച ആ ഒരു കറുമുറാന്നിരിക്കണം ആ കഴിക്കുമ്പോൾ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, എനിക്ക് വേറെ പറയാറില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അതുകൊണ്ട് ഇതിൻ്റെ ആ ചൂട് വേണം താനും. നമ്മൾ ഈ പാലിനെയൊക്കെ പറയില്ലേ, നമ്മുടെ കൈവെള്ളയിൽ ഒഴിച്ചാൽ പൊള്ളാത്ത ഒരു പരുവം, ആ ഒരു പരുവത്തിലിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ഈ മസാലയിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കുകയാണ്. അതിന് ശേഷം മാത്രമേ ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ മസാല ഒരു ഇളം ചൂട് പരുവത്തിലാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഈ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മാങ്ങയിൽ വെള്ളം കാണുന്നുണ്ടല്ലോ, കുറച്ച് മാത്രമേ ഈ മാങ്ങയിൽ നിന്ന് വെള്ളം ഊറിയിട്ടുള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന മാങ്ങയുടെ ഉള്ളിൽ എത്ര വെള്ളമുണ്ടോ അതിനനുസരിച്ചായിരിക്കും പുറത്തേക്ക് ഉപ്പിടുമ്പോൾ വെള്ളം വരിക. അപ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മാങ്ങയുടെ വെള്ളവും നമ്മുടെ അച്ചാറിലേക്ക് ഒഴിക്കണം. അതൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഗ്രേവി കുറവാണ്, അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ ഇത് കൂട്ടാൻ പറ്റും. ഒന്ന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഇളം ചൂടുവെള്ളത്തിനേക്കാൾ ഒരു സ്വല്പം കൂടി ചൂട് വേണം. ആ രീതിയിലുള്ള ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ. പിന്നെ ഇനിയും ഇത് നിങ്ങളുടെ മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ വിനാഗിരിയുടെ അളവ് കൂട്ടിയിട്ടും ഗ്രേവി കൂട്ടിയെടുക്കാൻ പറ്റും. അതായത് ഒരു 1/4 കപ്പ് തൊട്ട് ഒരു 1/2 കപ്പ് വരെയൊക്കെ ഒഴിക്കാം. പക്ഷെ അത് നിങ്ങളുടെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് മാത്രമേ വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. മാങ്ങയ്ക്ക് നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ വിനാഗിരിയുടെ അളവ് കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അച്ചാർ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ അതിൽ അലിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് പുളി മുന്നിട്ട് നിൽക്കും. അത് ആ അച്ചാറിനൊരു ടേസ്റ്റ് നല്ലതായിട്ടിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് മാത്രം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ മാങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് വേണം, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ.
ഇതിലേക്ക് വിനെഗർ ഒഴിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വിനാഗിരി എന്ന് ഞങ്ങൾ പറയുന്നത്. ഇത് 1 ടേബിൾ സ്പൂണേ ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളൂ. ഈ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് പുളിയും വേണ്ട, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂണേ ഒഴിച്ചു കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ബട്ട് ഇരിക്കും തോറും പുളി ഇറങ്ങും, അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാസങ്ങളോളം വെച്ചിട്ടായിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. ഈ പിക്കിൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4-5 മാസം വരെയെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മാങ്ങ അച്ചാറാകുമ്പോൾ വേഗം തീരുമല്ലോ, ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. ഇന്ന് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആക്ച്വലി നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ കടുമാങ്ങ അച്ചാർ എന്നാണ് പറയുക, അല്ലെങ്കിൽ മാംഗോ പിക്കിൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ പുറത്താണ് വെച്ച് ഇത് സൂക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മാങ്ങ ഇപ്പം നമ്മൾ ആവശ്യത്തിന് എണ്ണ എടുത്തിട്ടുണ്ട്, കുപ്പിയിൽ നിറച്ചതിന് ശേഷം എണ്ണ മേളിൽ തെളിഞ്ഞ് നിന്നെങ്കിൽ മാത്രമേ പൂപ്പലുണ്ടാകാതിരിക്കുള്ളൂ. അതിനായിട്ട് കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഈ കുപ്പിക്കകത്ത് അച്ചാർ നിറച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പം പുറത്ത്, അതായത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും അല്ല, പുറത്ത് ഇത് കുറേ നാൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ആകുമ്പോൾ പൂപ്പൽ പിടിക്കത്തില്ല. അച്ചാർ ഇതേപോലെ ഗ്ലാസ് കുപ്പിയിൽ തന്നെ നിറച്ച് സൂക്ഷിക്കുക. ഗ്ലാസ് ബോട്ടിലാണ് അച്ചാറിന് ഏറ്റവും നല്ലത്. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പിയിലാക്കാം. അപ്പോൾ ഇവിടെ അച്ചാറൊക്കെ ഞാൻ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ മേലെ കൂടുതൽ എണ്ണ ഒഴിക്കുന്നില്ല. എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട്. നിങ്ങൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഈ അച്ചാർ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അച്ചാർ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പോസ്റ്റ് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ വേഗം തീർന്നു പോകുന്ന ഒരു പിക്കിളാണ്. പിക്കിളിലൊക്കെ ഓൾമോസ്റ്റ് വേഗം തീരുന്നതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അച്ചാറെന്ന് എനിക്ക് തോന്നുന്നത് മാങ്ങ അച്ചാറാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്